നമസ്കാരം. ആസ്ട്രോടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ ലോകത്ത് വരാനിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒരു സമയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഗ്രഹരാജാവായ സൂര്യനും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനും മീനം രാശിയിൽ ഒന്നിക്കുമ്പോൾ രൂപപ്പെടുന്ന ബുധാദിത്യ രാജയോഗം. ഏപ്രിൽ മാസത്തിൽ ഈ അപൂർവ സംഗമം വഴി ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യദേവത കവാടം തുറക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഈ യോഗം വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ നക്ഷത്രമേതെന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപ്രകാരം ബുധാദിത്യ രാജയോഗത്തിനാണ് തുടക്കമിടുന്നത്. ഏപ്രിൽ മാസത്തിലാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഗ്രഹരാജാവായ സൂര്യനും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനും മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ രണ്ട് ഗ്രഹങ്ങളും ഒരുമിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നു. അതിന്റെ ഫലമായി ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നു. ഈ ഗ്രഹങ്ങളുടെ സംയോജനം വളരെ ശുഭകരമായി മാറുന്നു. ഇതൊരു വ്യക്തിയുടെ സമ്പത്ത്, തൊഴിൽ, സന്തോഷം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാവിധത്തിലുള്ള മാറ്റങ്ങൾക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്നത് ഈ സമയം തന്നെയാണ്. അതുകൂടാതെ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. മേട മുതൽ മീനം വരെയുള്ള രാശിക്കാരിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ബുധാദിത്യ രാജയോഗം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. ഈ രണ്ട് ഗ്രഹങ്ങളും ഒരുമിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നേതൃത്വ ഗുണങ്ങളും തീരുമാനമെടുക്കാനുള്ള കഴിവും വർദ്ധിക്കുന്നു. ഭാഗ്യരാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാവുന്നതാണ്. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബിസിനസ് മാറ്റങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. പുതിയ പദ്ധതികളെല്ലാം അനുകൂലമായി വരുന്നുവെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വരുമാനം ഇരട്ടിയാവും എന്നതാണ് ഏറ്റവും മികച്ച കാര്യം. പങ്കാളിയുടെ ബന്ധം ദൃഢമാവുകയും ദാമ്പത്യ ജീവിതത്തിൽ പ്രണയം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ആരോഗ്യകാര്യത്തിൽ ആശങ്കപ്പെടുത്തേണ്ടതില്ല. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം പലവിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നു. അതുകൂടാതെ കരിയറിലും ബിസിനസ്സിലും നേട്ടങ്ങൾ കൊണ്ടുവരുന്നു. അതുകൂടാതെ തൊഴിൽ സ്ഥാനത്ത് മികച്ച മാറ്റങ്ങളാണ് തേടിയെത്തുന്നത്. പ്രമോഷനും ശമ്പളവർദ്ധനവും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും. ജോലിയിൽ വിജയവും അതുവഴി ഉയർച്ചയും നിങ്ങളിലേക്കെത്തും. അതുകൂടാതെ ജോലിയിൽ സമാധാനവും സന്തോഷവും തേടിയെത്തും. ആരോഗ്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. കൂടാതെ നിങ്ങളെ അലട്ടിയിരുന്ന മാനസികമായും ശാരീരികമായും ഉണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു ഈ സമയം. ഇവരിൽ ഒന്നാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നത്. വ്യക്തിത്വത്തിൽ ഗുണകരമായ മാറ്റങ്ങളും ഉയർച്ചകളും തേടിയെത്തും. മീനം രാശി. മീനം രാശിക്കാർക്ക് ഈ രാജയോഗം പലവിധത്തിലുള്ള ഗുണാനുഭവങ്ങളെ കൊണ്ടുവരുന്നു. ഇത് നിങ്ങളുടെ രാശിയിൽ നൽകുന്ന ഗുണാനുഭവങ്ങളിൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും എന്നതാണ് സത്യം. ജ്യോതിഷപ്രകാരം സൂര്യൻ നിങ്ങളുടെ ആന്തരിക ശക്തിയും മാനസികാരോഗ്യവും മികച്ചതാക്കും. കൂടാതെ ആത്മവിശ്വാസത്തോടെ ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. അംഗീകാരവും ആദരവും നിങ്ങളുടെ കഴിവനുസരിച്ച് സമൂഹത്തിൽ നിന്ന് നിങ്ങളെ തേടിയെത്തും. ജീവിതം മുഴുവൻ ഈ കാലഘട്ടത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളായിരിക്കും. വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുകയും പ്രണയത്തിന്റെ കാര്യത്തിലും ഗുണാനുഭവങ്ങൾ തേടിയെത്തും. ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളെ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിലേക്ക് എത്തിക്കും. ജ്യോതിഷശാസ്ത്രപ്രകാരമുള്ള ബുധാദിത്യ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ഓരോ രാശിക്കാർക്കും ലഭിക്കുന്ന ഈ ശുഭാനുഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. വരാനിരിക്കുന്ന മറ്റ് ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും അറിയാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.